3 ഡയമെൻഷൻ ജോമെട്രി എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പാസ് ചെയ്യണ പോയിന്റ് 1, 2, 3 തരികയും പാരലൽ ടു ദ ലൈൻ തരികയും ചെയ്യുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക പാസ് ചെയ്യണ പോയിന്റ് നമ്മൾ എ ആയിട്ട് എടുക്കണം. അപ്പൊ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു I + 2j + 3k കിട്ടി. അപ്പൊ ഈ പാസ് ചെയ്യണ പോയിന്റ് I + 2j + 3k വെക്ടർ എ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബി ആണ് വേണ്ടത്. അപ്പൊ തന്നേക്കണ ലൈനിന്റെ ഇക്വേഷൻ ജനറൽ ഫോമിലാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ജനറൽ ഫോമിൽ ഫസ്റ്റ് വൺ ശരിയാണ്. x - 1 ഡിവൈഡഡ് ബൈ 2 x - x1 ഡിവൈഡഡ് ബൈ a y - y1 ഡിവൈഡഡ് ബൈ b. അപ്പൊ കറക്റ്റ് ആണ്, ജനറൽ ഫോമിലാണ് തന്നേക്കണേ. z ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ z - 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. z ഈക്വൽ ടു 2o x 2o വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എപ്പോഴും 0 ആയിരിക്കും. ഈക്വൽ ടു ലാംഡയായി ജനറൽ ഫോമായി. ഇനി ഇതിനകത്ത് നമുക്കറിയാം ബി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i + 3j + 0k. അപ്പൊ നമ്മുടെ വെക്ടർ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു r ഈക്വൽ ടു a + λb ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് I + 2j + 3k + ലാംഡ ഇൻറ്റു ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2i + 3j + 0k. അപ്പൊ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ